ഭയപ്പെട്ടോ ഭിന്നിപ്പുണ്ടാക്കൽ എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഭയപ്പെട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് രാജസ്ഥാനിൽ കഴിയുമ്പോൾ അത് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നത് ഇത്തവണ അത് 58% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ അത് 63.71% അപ്പോൾ ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ആശങ്കയുണ്ടാക്കുകയും BJP യോഗം ചേരുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലം നമുക്കുണ്ട്. അപ്പോൾ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗം അതിവർഗീയത നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണിക്കൂർ ഇത്രയായിട്ടും ഒരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് കൂടുതൽ മക്കളുള്ളവർ, നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2006 ഡിസംബർ 9 ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ നടത്തിയ പ്രസംഗം ആ രൂപത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം അതിനെ മാറ്റി പറഞ്ഞത്, വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ ഇതാണ്: രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾ അംഗീകരിക്കാനാകുമോ? അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണ്ണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യാമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്. നിങ്ങളുടെ താലിമാലയെ പോലും ഈ അർബൻ നക്സലുകൾ വെറുതെ വിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങൾ എന്ന എവിടെയും മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടില്ല. മൻമോഹൻ സിംഗ് SC/ST വിഭാഗത്തെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തെ മാറ്റി അടർത്തിയെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് അത്. ദേശീയ വികസന കൗൺസിൽ യോഗത്തിലാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയിരുന്നത്. ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിൻ്റെ ഫലം തുല്യമായി വിതരണം ചെയ്യത്തക്ക വിധത്തിലുള്ള പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഭവനിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സമയത്തിന് തൊട്ട് മുമ്പാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന് മുന്നിൽ വെച്ചിരുന്നത്. അപ്പോൾ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറയുന്നത് രാജ്യത്തെ SC/ST വിഭാഗത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലാണ് മുസ്ലിം വിഭാഗം കഴിയുന്നത് എന്നുള്ള വിശദമായ റിപ്പോർട്ടാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അസമത്വത്തെക്കുറിച്ചാണ് പ്രസംഗത്തിലുണ്ടായിരുന്നത്. മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം എന്നിവർ അവഗണന നേരിടുന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനെ അടർത്തി മാറ്റിക്കൊണ്ടൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നു. അതിന് വലിയ തോതിൽ അവിടെ കയ്യടി കിട്ടുന്നു. ഇന്ന് വീണ്ടും അമിത്ഷായും അത് എടുത്തു പറയുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ രൂപത്തിൽ വർഗീയ പ്രസംഗങ്ങൾ മോദി നടത്തുന്നതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഒരു വിഭാഗത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു എന്നതിനെ വളരെ മോശമായ പരാമർശം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഗുജറാത്ത് കലാപത്തിന് ശേഷം ആ മരണങ്ങളിലൊക്കെ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പട്ടി വണ്ടിക്കടിയിൽപ്പെട്ടാൽ, അല്ലെ, പട്ടിക്കുഞ്ഞ് വണ്ടിക്കടിയിൽപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുഃഖം, അത് അത്തരത്തിലുള്ള ദുഃഖം ഉണ്ടാകും എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാജ്യത്തെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി തരുന്നതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RSSൻ്റെ നിലപാടാണ്. RSS നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും നിലപാടുകളും ഉണ്ടാകും. പക്ഷേ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഈ തരത്തിൽ നടത്തിയ പല പ്രസംഗങ്ങളും, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസംഗം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സമയത്തും ഈ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് പ്രതിപക്ഷം കൃത്യമായി പറയുന്നു. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രമല്ല അതല്ലാത്ത പരാതികളും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രചാരണം എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒന്നാം ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കാനായി എന്നൊരു വിലയിരുത്തൽ അവർ തന്നെ നടത്തുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്നതുകൂടിയാണ് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി തരുന്നതെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. Meet the editors.